ഓക്കെ, നമുക്ക് ക്യാൻവ ഉപയോഗിച്ച് എങ്ങനെ ഒരു CV പ്രിപ്പയർ ചെയ്യാം, റെസ്യൂമെ പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആദ്യം ക്യാൻവ ഡൗൺലോഡ് ചെയ്യുക. ശേഷം നിങ്ങൾ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിച്ചിട്ട് അത് ലോഗിൻ ചെയ്യുക. അതിനകത്ത് ക്യാൻവ സോഫ്റ്റ്വെയറിനകത്ത് ഒരുപാട് നമുക്ക് എഡിറ്റിംഗ് ചെയ്യാൻ പറ്റിയ പോസ്റ്റുകൾ, സ്റ്റോറീസ്, പ്രസൻറ്റേഷൻ, ലോഗോസ്, മൊബൈൽ വീഡിയോസ്, പോസ്റ്റേഴ്സ്, അങ്ങനെ ഡോക്യുമെൻറ്റ്സ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഇത് നിങ്ങൾക്ക് പ്രീപെയ്ഡ് ആയിട്ടുള്ള കിറ്റുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം, കണ്ടൻസും ഫോട്ടോയും മാത്രം എഡിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അതിനകത്ത് ഇവിടെ നമ്മൾ പറയുന്നത് CV പ്രിപ്പയർ ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമ്മൾ CV പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നു. അപ്പോൾ അതിനകത്ത് ക്രിയേറ്റ് ബ്ലാങ്ക് എന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പുതുതായിട്ടൊരെണ്ണം പ്രിപ്പയർ ചെയ്യാം. അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഇഷ്ടമുള്ളൊരു എടുക്കാം. ഇഷ്ടമുള്ള എടുക്കുമ്പം ഇതിനകത്ത് താഴെ ഒരു ഓപ്ഷൻ കാണിച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ. അത് പെയ്ഡ് വെർഷൻ മാത്രമേ ഉള്ളൂ. പെയ്ഡ് വെർഷൻ എമൗണ്ട് കൊടുക്കുന്നുണ്ട്. ഫ്രീ ആയിട്ടുള്ള വേർഷൻസ് നമുക്കുണ്ട്. ഞാനിപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള ഒരെണ്ണം എടുക്കാം. കാരണം നമ്മൾ കൂടുതൽ ചെയ്യുമ്പം സിമ്പിളായിട്ടുള്ള എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അല്ല, കാരണം കൂടുതൽ എഡിറ്റ് ചെയ്യാൻ വരുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് നിങ്ങളുടെ റിക്വയർമെൻറ്റ് പോലെ നിങ്ങൾ എടുക്കാൻ നോക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ഒരു ഇതാണ് എടുക്കുന്നത്. ഇത് ഫ്രീ ആയിട്ടുള്ളതാണ്. ഇത് എഡിറ്റിങ് വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾ ഒരുപാട് ഡിഫിക്കൽറ്റി ഒന്നുമില്ല. അപ്പോൾ നിങ്ങളെ പേര് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഡിറ്റ് ഓപ്ഷനിൽ പോയി അവിടെ ഇത് കൊടുത്ത് നമ്മുടെ പേര് വയ്ക്കുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ പേര് വയ്ക്കുന്നു. ഫോട്ടോ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ റീപ്ലേസ് ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയിട്ട് നമ്മുടെ ഏതെങ്കിലും ഒരു ഫോട്ടോ വെച്ച് കൊടുക്കുന്നു. ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ഒരു ഫോട്ടോ വയ്ക്കാം. നമ്മുടെ ഫോട്ടോ വെച്ച് കൊടുക്കുന്നു. അതുപോലെ തന്നെ നമ്മളെ കുറിച്ചിട്ട് എബൌട്ട് മീ എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്ത് കയറ്റാം. കോണ്ടാക്ട് ഡീറ്റെയിൽസ് നമ്മൾ എഡിറ്റ് ചെയ്ത് കയറ്റാം. നമുക്ക് നമ്മുടെ ഫോൺ നമ്പർ വയ്ക്കാം, നമ്മുടെ മെയിൽ ID വയ്ക്കാം, നമ്മുടെ ലൊക്കേഷൻ, നമ്മുടെ സ്കിൽസ്, ഇതൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്ത് വയ്ക്കാം. നിങ്ങളായിട്ട് ഒന്നും ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അതെല്ലാം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ബാക്ക്ഗ്രൗണ്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ അത് മാറ്റാം, ഷേപ്പ് മാറ്റാം. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഇതിനകത്ത് ഡിസൈൻ ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി പ്രീപെയ്ഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് മാത്രം എഡിറ്റ് ചെയ്തിട്ട് ശേഷം എന്ത് ചെയ്യുക, ഇവിടെ ഒരു ഷെയർ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ പ്രസ് ചെയ്യുമ്പോൾ ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ വരും. അപ്പോൾ ഡൗൺലോഡ് കൊടുക്കുക. നമ്മൾ എപ്പോഴും PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനാണ് നോക്കേണ്ടത്. PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വാട്സാപ്പിലേക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അയച്ചു കൊടുക്കാം. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ PDF ആയിട്ട് അയച്ചു കൊടുക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. നമുക്കിപ്പം കോമൺ ആയിട്ട് വരുന്ന കുറച്ച് പ്രോബ്ലംസ് എന്ന് പറയുന്നത് നമ്മൾ CVസിൽ എഡിറ്റ് ചെയ്യാൻ. കാരണം CV നമ്മളിപ്പോൾ കൊടുക്കുന്ന ഗ്രാഫിക് ഡിസൈനർ ആയിരിക്കും, നെക്സ്റ്റ് കൊടുക്കേണ്ടത് നമുക്ക് അക്കൗണ്ടൻറ്റ് പോസ്റ്റിലേക്കായിരിക്കും. നമുക്ക് ഓരോ തവണ എഡിറ്റ് ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഓരോ തവണ എക്സ്പീരിയൻസ് ആഡ് ചെയ്ത് വീണ്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ CV പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ DTP സെൻറ്ററിൽ പോകാതെ സ്വന്തമായി ചെയ്യാൻ സാധിക്കും. കാരണം നിങ്ങൾ പൊതുവേ വരുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ ഒരേ CV തന്നെ വീണ്ടും എടുത്ത് കൊടുക്കുകയാണ്. നോർമൽ CVs ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ക്രിയേറ്റീവായിട്ട് എഡിറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് അട്രാക്റ്റീവ് ആയിരിക്കും. പിന്നെ CV എടുക്കുമ്പോൾ നമ്മൾ ഒരു കട്ടിയുള്ള പേപ്പറിൽ എടുക്കാൻ വേണ്ടി നോക്കുക. ഓക്കെ.